അതുണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് എന്താ വിരോധം? വിവാദം ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം ഈ പാട്ട് കൂടുതൽ പാടും. കേരളം മുഴുവൻ പാടാൻ പോവാണ് ഈ പാട്ട്. ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാടാൻ തീരുമാനിച്ചിരിക്കുക ഈ പാട്ട് ഏതായാലും. കാരണം ആളുകൾ ആവശ്യപ്പെടുകയാണ് ഇത് പാടണമെന്ന് എല്ലായിടത്തും. ഇപ്പോൾ ഇവർ പ്രചാരണം കൊടുത്ത് ആ സ്ഥിതിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ എല്ലായിടത്തും ഇന്ന് എന്നെ ഒരു 15 പേരെങ്കിലും വിളിച്ചിരുന്നു, ഇത് എല്ലായിടത്തും ഈ ഗാനം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. അവരെ കൊണ്ടുപോയി കേരളത്തിൽ മുഴുവൻ ഈ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാടിയ ആളുകളെ കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്താൻ സാറ് മുൻകൈ എടുക്കണം എന്നാണ് എന്നെ വിളിക്കുന്ന സാധാരണക്കാരായ ആളുകൾ പറയുന്നത്. അപ്പോൾ പ്രചാരം കൊണ്ട് കാര്യമുണ്ട്. അത് കോടതി കേസ് കൊടുത്തിട്ട് പിന്നെ എന്നെ പുറത്തു നിന്ന് വെല്ലുവിളിക്കണം എന്തിനാ? കോടതിയിൽ കേസ് കൊടുത്ത കോടതിയിലല്ലേ ഹാജരാക്കണത്. അത് ഉറങ്ങാൻ പറ്റാത്തത് ഇതിനൊക്കെ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉറങ്ങണത്? ഇതിൻ്റെ അകത്ത് വളരെ സിമ്പിളാണ് കാര്യം. ഞാനല്ലല്ലോ പറഞ്ഞത്. അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം ഒരു വിൽഫുൾ പർച്ചേസറിന് വലിയ തുകയ്ക്ക് വിറ്റ് കാണും അല്ലേ? വലിയ തുകയ്ക്ക് വിൽക്കുന്നത് കോടീശ്വരനല്ലേ മേടിക്കുള്ളൂ, സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു കോടീശ്വരനത് വിറ്റു. കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിൻ്റെ it would have been sold to a willful purchaser for a substantial amount എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനല്ല വിറ്റത്. പിന്നെ കോടതി തന്നെ വേറെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവർക്കെല്ലാം അറിയാമായിരുന്നത്, ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് കോടീശ്വരനാണ് വിറ്റതെന്നാണ് ഞാൻ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചത്. അറിയാവുന്നവരോടല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതിലെന്താ തെറ്റ്? ഇല്ലെങ്കിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ട് പോലുമില്ല, എനിക്കൊരു ബന്ധമില്ല എന്ന് അദ്ദേഹം പറയണ്ടേ? അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അപ്പം പിന്നെ 2 കോടിക്കാണ് എനിക്ക് നോട്ടീസ് അയച്ചത്, മാനം പോയെന്ന്. 2 കോടി രൂപ കൊടുക്കണമെന്നും പറഞ്ഞു നോട്ടീസ് അയച്ചത്. അത് കോടതിയിലെത്തിയപ്പോൾ 10 ലക്ഷമായിട്ട് മാനം കുറഞ്ഞു. 2 കോടിയുടെ അറിയില്ല എനിക്ക്. പിന്നെ 2 കോടിയുടെ നോട്ടീസ് അയച്ച് 10 ലക്ഷത്തിൻ്റെ മാനവും ഞാൻ ആ കേസ് നടത്തിക്കൊള്ളാം. ഞാൻ അയച്ച മറുപടിയിലും ഞാൻ അവിടെ കൊടുത്ത എൻ്റെ വിശദീകരണത്തിലും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അതിലെ തെളിവുകൾ ഞാൻ ഹാജരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തിനാ തെളിവ് ഹാജരാക്കണം? കോടതി പറയുമ്പോഴല്ലേ തെളിവ് ഹാജരാക്കണം. കോടതിയിലൊരു നടപടിക്രമം വരുമല്ലോ, സിവിൽ കോർട്ടല്ലേ. ആ സിവിൽ കോർട്ടിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറ്റുന്ന തെളിവുകൾ ഹാജരാക്കാം. കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് പുറത്ത് ഹാജരാക്കാൻ പറഞ്ഞ് വെല്ലുവിളിക്കുന്നതിന് അത് കോടതിയിൽ ഹാജരാക്കേണ്ടത് കോടതിയിൽ ഹാജരാക്കും. ഡിസംബർ 31 എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ രാവിൽ പത്തനംതിട്ടയിലെ പന്തളത്ത് UDFന്റെ വലിയ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ നൈറ്റ് UDF നേതൃത്വം കൊടുത്ത് നടത്തുകയാണ്. ആ പത്തനംതിട്ടയിലെ ഈ ന്യൂ ഇയർ നൈറ്റിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടിന്റെ രചയിതാവും ആ പാട്ട് പാടിയ വ്യക്തിയും അതിന്റെ അണിയറ പ്രവർത്തകരും ഒക്കെ ആ ഗാനമേള നയിക്കും. അതിൽ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള വികാരം മാനിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങള് ഇപ്പോ VD സതീശൻ പ്രതിപക്ഷ നേതാവിനെ വിളിച്ച് ആവശ്യപ്പെടുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പാട്ട് പാടിക്കണമെന്ന്. അപ്പൊ അതിന്റെ ഒരു ഇനാഗുറേഷൻ എന്നുള്ള രീതിയിൽ ഡിസംബർ 31 പന്തളത്ത് ന്യൂ ഇയർ ആഘോഷം, ന്യൂ ഇയർ സെലിബ്രേഷൻ. ആ ഗാനമേളയിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ പാട്ടാണ്. ഈ പാട്ട് പല ഗായകര് വീണ്ടും ആവർത്തിച്ച് പാടും. ഏത്? പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള പാട്ട് ആവർത്തിച്ച് പാടിക്കുവാനാണ് UDFന്റെ ആ പരിപാടിയിലെ ഈ ഒരൊറ്റ പാട്ട് മാത്രമേ പാടുള്ളൂ. ഒരൊറ്റ പാട്ട് മാത്രമേ ഗാനമേളയിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന ആളുകൾ, ഇപ്പൊ ഗാനമേളക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വേറെ പാട്ടുകൾ ഉണ്ടാകുമെന്ന് കരുതണ്ട. ഒറ്റ പാട്ട് മാത്രം, അത് പല ഗായകരായിട്ട് പല തവണ ആവർത്തിച്ച് പാടും. പാട്ട് ഒന്ന് മാത്രം, പോറ്റിയെ കേറ്റിയെ. ശബരിമലയിലെ അയ്യന്റെ പൊന്നുകെട്ട പാട്ട്, ആ കള്ളന്മാരെ തുറന്നു കാണിക്കുന്ന പാട്ട്, പന്തളത്തിന്റെ മണ്ണില് ന്യൂ ഇയർ ഈ 2026 വരവേൽക്കുന്നത് ആ പാട്ടോട് കൂടിയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അപ്പോ പ്രതിപക്ഷ നേതാവ് അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പൊ കേസൊക്കെ കൊടുത്ത സ്ഥിതിക്ക്, കേസും FIR ഇട്ട സ്ഥിതിക്ക്
ഈ പറയുന്ന കലാകാരന്മാര്, പാട്ട് എഴുതിയ വ്യക്തി, പാടിയ വ്യക്തി, അത് റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോയുടെ ഓണർ, അങ്ങനെ എല്ലാവർക്കും UDFന്റെ ഫ്രീ ആയിട്ടുള്ള ലീഗൽ സഹായം, നിയമസഹായം UDF ചെയ്തു കൊടുക്കും. കോടതിയില് ലീഗൽ എയ്ഡ് അത് UDFന്റെ വക ഫ്രീ. UDFന്റെ വക്കീലന്മാരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവര് നോക്കിക്കോളും കാര്യങ്ങൾ. പ്രഗത്ഭരായ വക്കീലന്മാര് എല്ലാവരും കോട്ടിട്ട് കോടതിയിലെത്തും. ഏതുപോലെ നമ്മുടെ നരസിംഹത്തില് നന്ദഗോപാൽ മാരാർ വരുന്നുണ്ടല്ലോ, നന്ദഗോപാൽ മാരാർ വരുന്നത് പോലെ കോടതിയിൽ ഈ കലാകാരന്മാർക്ക് വേണ്ടി, ഈ പാട്ടിന് വേണ്ടി UDFന്റെ വക്കീലന്മാർ കോട്ടിടും. അങ്ങനെയാണ് ഇപ്പോ തീരുമാനം UDFന്റെ. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ പാട്ട്, ഞാൻ ഇപ്പൊ നേരത്തെ ഇതുമായി സംസാരിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഈ പാട്ട് വലിയ അർത്ഥത്തിൽ സഖാക്കൾക്ക് രണ്ടാമതും തിരിച്ചടിയാകുകയാണ് അല്ലേ. ആദ്യം അത് പാട്ട് പലയിടത്തും എന്നാലും വലിയ പോപ്പുലർ ആയിട്ടുണ്ടായില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊന്നും ഈ പാട്ടിന് വലിയ അത്രയധികം ഒരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ആഘോഷങ്ങളിൽ വലിയ സ്ഥാനം ഈ പാട്ടിനുണ്ടായിരുന്നു. അത് ശരിയാണ്. അപ്പോ അങ്ങനെ എല്ലായിടത്തും ഒന്നും ആ പാട്ട് അധികം അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ പാട്ടിന് ആദ്യ തിരിച്ചടി സഖാക്കൾക്ക് കിട്ടുന്നത് തെരഞ്ഞെടുപ്പിലൂടെ ആ പാട്ടിന്റെ ഒരു സ്വാധീനം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോ ആദ്യത്തെ തിരിച്ചടി കിട്ടിയത് ഈ തെരഞ്ഞെടുപ്പിലാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. രണ്ടാമത്തെ തിരിച്ചടി എന്ന് പറയുന്നത് ഇപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ തോറ്റു തുന്നമ്പാറി എന്ന് കണ്ടപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിച്ച് സഖാക്കൾ കൊണ്ടുപോയി പരാതി കൊടുത്തു. കേസ് എടുത്തത് വരെ സഖാക്കളുടെ ആ ഒരു പറഞ്ഞ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ കേസ് എടുത്തു കഴിഞ്ഞപ്പോ, FIR ഇട്ട് കഴിഞ്ഞപ്പോ കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ പാട്ട് കൂടുതലായിട്ട് ആൾക്കാർ കേൾക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല കലാകാരന്മാർക്ക് വേണ്ട പിന്തുണയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യുകയാണ്. യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ, ഏത് ഈ 40 ദിവസം 41 ദിവസം വ്രതമൊക്കെ എടുത്ത് അയ്യനെ കാണാൻ മല ചവിട്ടാൻ പോകുന്ന ആളുകള്, അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികള്, അയ്യപ്പ ഭക്തര്, അയ്യപ്പ വിശ്വാസികള് എല്ലാവരും ഇപ്പൊ ഈ പാട്ടിനെ പിന്തുണക്കുക. അതിന് കാരണം എന്താ? കാരണം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ മനസ്സിൽ ശബരിമല, അയ്യപ്പന് എന്നൊക്കെ പറയുന്നത് വലിയ സ്ഥാനമാണ് ഈ അയ്യപ്പ ഭക്തരുടെ, വിശ്വാസികളുടെ ഒക്കെ മനസ്സിലുള്ളത്. ആ സ്ഥാനമുള്ളത് കൊണ്ടാണ് ഇവര് 40 ദിവസമൊക്കെ വ്രതമെടുത്ത് വലിയ ത്യാഗങ്ങൾ സഹിച്ച് ചെരുപ്പൊന്നും ഇടാതെ മല ചവിട്ടാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നത് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോ അങ്ങനെ വലിയ സ്ഥാനവും ബഹുമാനവും ഒക്കെയുള്ള ശബരിമല, ആ ശബരിമലയെ കളങ്കപ്പെടുത്തിയവരാണ് ഈ സഖാക്കള്. ശബരിമലയെ കളങ്കപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഭക്തര് വളരെ തിക്കും തിരക്കും കൂട്ടി കഷ്ടതകൾ അനുഭവിച്ച് ഈ പറയുന്ന സന്നിധാനത്തെത്താൻ തന്നെ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ സന്നിധാനത്തെത്തി അവിടെ പോയി അയ്യനെ കണ്ട് വണങ്ങി അയ്യന്റെ മുന്നിൽ തേങ്ങ ഉടച്ച് ഒക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോ അവരുടെ മനസ്സിൽ ഒരു സംതൃപ്തിയുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അയ്യനെ കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ ഈ കഴിഞ്ഞ 2019 മുതല് ഈ മല ചവിട്ടിയവരും അയ്യനെ കാണാൻ അവിടെ എത്തിയവരും ദർശനം നടത്തിയവരൊക്കെ ഇപ്പൊ അറിയാണ് അവിടെ ഉള്ളതൊക്കെ ഫുൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അയ്യന്റെ സ്വർണമൊക്കെ തള്ളി കൊള്ളയടിച്ചു, അത് കൊണ്ടുപോയി, അത് വിറ്റു, അത് തിന്നു, അത് വിറ്റ് നക്കി ഇവര് എന്ന്, സഖാക്കൾ നക്കി എന്ന് ഈ സാധുക്കൾ ഇത് മനസ്സിലാക്കുമ്പോ, ഈ ഭക്തജനങ്ങൾ ഇത് മനസ്സിലാക്കുമ്പോ അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള വികാരം എന്തായിരിക്കും? ആ വികാരമാണ് ജനം ഈ പാട്ടിനെ ഏറ്റെടുത്തത്. സഖാക്കളാണ് അയ്യപ്പ എന്ന് അവർ ഉച്ചത്തിൽ അതിലും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം എന്താ? അത്രത്തോളം അവരെ മനസ്സിനെ അത് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അയ്യന്റെ പൊന്നു കൊള്ളയടിച്ചത് അത് സഖാക്കളാണ് എന്നുള്ള കാര്യം അതിനേക്കാളേറെ വേദനിപ്പിച്ചു. അതിനേക്കാളൊക്കെ ഉപരി ഈ സഖാക്കൾ ആരാണ്? അയ്യന്റെ പൊന്ന് സംരക്ഷിക്കാൻ വേണ്ടി, അയ്യന്റെ പൊന്ന് കാക്കാൻ വേണ്ടി, കാവൽ നിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളാണ് ഈ അയ്യന്റെ പൊന്ന് കട്ടത് എന്ന് പറഞ്ഞാൽ കുറുക്കന്റെ കയ്യിൽ കോഴിയെ ഏൽപ്പിച്ചതുപോലെ ആയിപ്പോയി കാര്യങ്ങള്.
അതറിയുന്ന സാധാരണക്കാരായ ജനങ്ങള്, ഭക്തജനങ്ങള്, വിശ്വാസികള് അവർ ഈ പാട്ട് ഏറ്റുപിടിച്ചു എന്ന് മാത്രമല്ല അവർ പാടാൻ തുടങ്ങി. അവരവരുടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഈ പാട്ട് മാത്രമായി എന്ന് മാത്രമല്ല, പോളിംഗ് ബൂത്തിൽ ചെന്ന് നിന്നപ്പോ, ആ EVM മെഷീന്റെ മുന്നിൽ നിന്നപ്പോ ഈ പറയുന്ന സാധാരണക്കാരുടെ മനസ്സിലൊക്കെ ഈ പാട്ട് ഇങ്ങനെ പ്രതിധ്വനിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇതിന്റെ ഒരു മുഴക്കമാണ് ഇവരുടെ കാതുകളിൽ. അപ്പൊ അയ്യന്റെ പൊന്ന് കട്ടത് സഖാക്കളാണ് എന്ന് കേട്ടുകൊണ്ട് പിന്നെ എങ്ങനെ സഖാക്കൾക്ക് വോട്ട് കുത്തിയില്ല. ജനം, കേരളത്തിന്റെ പ്രബുദ്ധരായ ജനം സഖാക്കളെ എടുത്തെറിഞ്ഞു. ഇതൊക്കെ കണ്ടപ്പോഴാണ് കേസൊക്കെ ആയിട്ട് വന്നത് സഖാക്കള്. ആ കേസും ഇപ്പൊ തിരിച്ചടിയാകുകയാണ്. കേസ് വന്നതോടുകൂടി ഇതുവരെ ഈ പാട്ട് കേൾക്കാത്ത കുറെ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അവരിപ്പോ പാട്ട് കേൾക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഈ പാട്ടിന്റെ വരികള് ഇവർ കാണാപ്പാടം പഠിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. പാട്ടിന്റെ വരികളിൽ എല്ലാം ഉണ്ട്. ഏത് മുതല്? അയ്യന്റെ പൊന്ന് കട്ടത് മുതല്, അയ്യന്റെ ശാസ്താവിന്ദനം ഊറ്റിയത് മുതല്, അമ്മിണിമാരെ മല കയറ്റിച്ചത് മുതല്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ പാട്ടിലുണ്ട്. അപ്പൊ ഈ വരികള് ജനം ഏറ്റെടുക്കുക, കാണാപ്പാടം പഠിക്കുകയപ്പോ എന്താ ആ വരികളില് എന്തോ വല്ലാത്തൊരു ആത്മീയത കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോ ജനങ്ങൾ അത്ര പവിത്രമായി കണ്ട ശബരിമലയും സന്നിധാനവും അയ്യപ്പനും, ആ അയ്യന്റെ പൊന്ന് കൊള്ളയടിച്ചു എന്ന് ജനം അറിഞ്ഞപ്പോ തന്നെ ഒരു ഞെട്ടലാണ്. അത് സഖാക്കളാണ് കട്ടത് എന്ന് അറിഞ്ഞപ്പോ അതിനേക്കാളേറെ ഞെട്ടലായി. അപ്പൊ ഇതൊക്കെ വിളിച്ചു പറയാൻ, ഇതിനോടൊരു പ്രതിഷേധം രേഖപ്പെടുത്താൻ ജനങ്ങൾക്ക് ഒരു അവസരം കിട്ടിയപ്പോ, അതൊരു പാട്ടിന്റെ രൂപത്തിൽ അവരുടെ മുന്നിലെത്തിയപ്പോ അത് ജനം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ പാട്ട് കൊണ്ട് 2 തോൽവിയാണ് സഖാക്കൾക്ക് ഉണ്ടായത്. ഒന്ന് തെരഞ്ഞെടുപ്പിലെ തോൽവി, രണ്ടാമത്തത് ഇപ്പോ കോടതിയിലും തോൽവിക്ക് റെഡിയായി നിൽക്കുകയാണ്. അതോടൊപ്പം ഈ പാട്ട് പാടിയ വ്യക്തിയും എഴുതിയ വ്യക്തിയും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നമുക്ക് ആർക്കെങ്കിലും അറിയുമായിരുന്നോ ആരാണ് ആ പാട്ട് എഴുതിയത് എന്ന്? ആ പാട്ട് ഒറിജിനൽ ട്രാക്ക് ആരാണ് പാടിയിരിക്കുന്നത് എന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? പക്ഷെ ഇന്ന് നമ്മളെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അറിയാതെ മാത്രമല്ല, കേൾക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു. അവരിന്നത് കേട്ടുകൊണ്ടേയിരിക്കുന്നു, അവരത് ഇനി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അവർ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു പറയുന്നു, ഇത് കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഈ പാട്ട് പാടണമെന്ന് വിളിച്ചു പറയുന്നു. പ്രതിപക്ഷ നേതാവ് എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അതിന്റെ തുടക്കം എന്നോണം ഡിസംബർ 31 പന്തളത്ത് ന്യൂ ഇയറിന്റെ രാത്രി പന്തളത്ത് UDFന്റെ നേതൃത്വത്തിൽ വലിയ ഗാനമേളയാ. ആ ഗാനമേളയില് പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ ഈ ഒരൊറ്റ പാട്ട് മാത്രം ജനങ്ങൾ വേണ്ടുവോളം ആസ്വദിക്കട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്.